രുദ്രാക്ഷം ഒരു പൂജ്യവസ്തുവായി തീരുന്നതിന് നിദാനമായ ഒരു പുരാണകഥ ദേവി ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു. പണ്ട് ത്രിപുരൻ എന്നൊരസുരൻ ദേവന്മാരെയും ദേവാധിപരെയും തോൽപ്പിച്ച് ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഇത് നിമിത്തം സങ്കടത്തിലായ ദേവന്മാർ പരമശിവന്റെ അടുക്കൽ ചെന്ന് പരാതി ബോധിപ്പിച്ചു. ത്രിപുരനെ എങ്ങനെ വധിക്കും എന്ന വിചാരത്തിൽ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച പരമശിവൻ 1000 ദിവ്യവർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണു തുറന്നത്. അപ്പോൾ നേത്രങ്ങളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ താഴെ വീണു. ഈ ബാഷ്പബിന്ദുക്കളിൽ നിന്നാണത്രേ രുദ്രാക്ഷ വൃക്ഷങ്ങൾ ഉണ്ടായത്. പരമശിവന്റെ സൂര്യനേത്രങ്ങളിൽ നിന്ന് രക്തവർണ്ണത്തിലുള്ള 12 വിധ രുദ്രാക്ഷങ്ങളും, ചന്ദ്രനേത്രത്തിൽ നിന്ന് വെള്ള നിറത്തിലുള്ള 16 വിധ രുദ്രാക്ഷങ്ങളും, അഗ്നിനേത്രത്തിൽ നിന്ന് കറുപ്പ് നിറത്തിലുള്ള 10 വിധ രുദ്രാക്ഷങ്ങളുമാണ് ഉണ്ടായത്. രുദ്ര എന്നാൽ ശിവനും അക്ഷം എന്നാൽ കണ്ണെന്നും അർത്ഥം. അതുകൊണ്ട് ഭഗവാൻ ശിവന്റെ കണ്ണായി കരുതപ്പെടുന്ന രുദ്രാക്ഷത്തിൽ മഹാത്മ്യങ്ങളേറെയാണ്. വിധിപ്രകാരം രുദ്രാക്ഷം ധരിച്ചാൽ പാപം ശമിക്കുമെന്നും അതുവഴി ഏറെ ഗുണം ലഭ്യമാകുമെന്നും ദൈവിക സാമീപ്യം ഉണ്ടാകുമെന്നുമാണ് സങ്കല്പം.